സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ ബംഗ്ലാദേശ് സ്വദേശികൾ അനധികൃതമായി താമസിക്കുന്നുവെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം തുടരുകയാണ്. 2 മാസത്തിനുള്ളിൽ തിരുവനന്തപുരത്ത് നിന്ന് മാത്രം 5 ബംഗ്ലാദേശ് സ്വദേശികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മണക്കാട് സേവ് പലസ്തീൻ എന്ന പോസ്റ്റർ പതിപ്പിച്ച സംഭവത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെയും നേതൃത്വത്തിലാണ് അന്വേഷണം ഊർജിതമാക്കുന്നത്. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുകയാണ്. രശ്മി, കൊച്ചിയിൽ നിന്നാണ് ഏറ്റവും അധികം ബംഗ്ലാദേശികൾ പിടിയിലാകുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും സമാനമായ രീതിയിൽ ബംഗ്ലാദേശി സ്വദേശികളെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. എന്താണ് പോലീസിൽ നിന്നും അതുപോലെ വിവിധ അന്വേഷണ ഏജൻസികളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം? നീലിമ, കേരളത്തിലേക്ക് ഇത്തരത്തിൽ നുഴഞ്ഞു കയറുന്ന ബംഗ്ലാദേശികളുടെ എണ്ണം വലിയ രീതിയിൽ വർദ്ധിക്കുന്നു. കഴിഞ്ഞ കുറേ കാലമായി ഇത്തരത്തിൽ ഈ ബംഗ്ലാദേശികളെ അറസ്റ്റ് ചെയ്യുന്നത് വലിയ രീതിയിൽ അവരുടെ എണ്ണം വർദ്ധിച്ചിരുന്നു. നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അത് എറണാകുളത്ത് നിന്നാണ്. മുനമ്പത്ത് നിന്ന് ഉൾപ്പെടെ നിരവധി പേരെ ഈ അടുത്തിടയ്ക്ക് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സമാനമായ രീതിയിൽ തിരുവനന്തപുരത്തും ഈ ബംഗ്ലാദേശികൾ നുഴഞ്ഞു കയറുന്നത് വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് കണ്ടുവരാൻ കഴിഞ്ഞത്. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ തിരുവനന്തപുരത്ത് നിന്നും 5 പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കഴിഞ്ഞ 1 മാസം മുൻപും സമാനമായ രീതിയിൽ ഒരു ബംഗ്ലാദേശിയെ ഇത്തരത്തിൽ കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അയാൾ പലസ്തീൻ അനുകൂല മുദ്രാവാക്യമൊക്കെ ഹോട്ടലിൽ വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മണക്കാട് നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നത്. അതോടൊപ്പം തന്നെ പലസ്തീൻ അനുകൂല പോസ്റ്റർ പതിപ്പിക്കുകയും ചെയ്തിരുന്നു. ആ ഒരു സംഭവത്തിന് ശേഷം പരിശോധനകൾ തിരുവനന്തപുരത്ത് വ്യാപകമായി നടത്തിയിരുന്നു. തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെയും അതോടൊപ്പം തന്നെ പോലീസിന്റെയും നേതൃത്വത്തിലുള്ള പരിശോധനയായിരുന്നു നടത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം വട്ടിയൂർക്കാവിൽ നിന്നും 4 പേരെ കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇവരുടെ കയ്യിലും മതിയായിട്ടുള്ള രേഖകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ കുറെ കാലമായി ഇവർ നിർമ്മാണ ജോലികൾക്കായി എത്തിയതാണ്. സാധാരണ ഈ വിവിധ ഭാഷാ തൊഴിലാളികൾ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഏറി വരുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അവരെ പോലെ തന്നെ സാധാരണയായി ഈ ജോലി ചെയ്യാൻ വേണ്ടി എത്തിയതാണ്, നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി എത്തിയതാണ് എന്നുള്ള രീതിയിൽ അത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ പറഞ്ഞാണ് കഴിഞ്ഞ കുറെ കാലമായി ഇവർ തിരുവനന്തപുരത്ത് തങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായതായാലും കഴിഞ്ഞ ദിവസമാണ് പോലീസ് ഈ 4 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇത്തരത്തിൽ 5 പേരാണ് കഴിഞ്ഞ 2 മാസത്തിനിടയിൽ തന്നെ തിരുവനന്തപുരത്തു നിന്നും കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ എറണാകുളത്തിന് സമാനമായി തന്നെ തിരുവനന്തപുരത്തും ഇത്തരത്തിൽ ഈ ബംഗ്ലാദേശികൾ നുഴഞ്ഞു കയറുന്നത് വലിയ രീതിയിൽ വർദ്ധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കൃത്യമായി തന്നെ ഈ ബംഗ്ലാദേശിൽ നിന്നും കേരളത്തിലേക്ക് നുഴഞ്ഞു കയറുന്നവരെ നേരത്തെ ഈ സർക്കാർ പരിശോധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ നുഴഞ്ഞു കയറുന്നവരെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നവരൊക്കെ തന്നെ ഈ കൂട്ടത്തിൽ ഉണ്ട്. അത് അവരെ കൃത്യമായി നിരീക്ഷിക്കുക അല്ലെങ്കിൽ പരിശോധന നടത്തുകയൊന്നും ചെയ്യാത്ത ഒരു സാഹചര്യമായിരുന്നു സംസ്ഥാനത്ത് നിലനിന്നിരുന്നത്. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരു ഇടപെടലായിരുന്നു. പക്ഷേ കേന്ദ്രം കൃത്യമായൊരു ഇടപെടൽ നടത്തുകയും ഒപ്പം തന്നെ NIA, IB ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ ഈ ഒരു സംസ്ഥാനത്ത് സാഹചര്യമൊക്കെ വളരെ കൃത്യമായി നിരീക്ഷിച്ചു വരികയാണ്. ഇപ്പോൾ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിലാണ് സംസ്ഥാന വ്യാപകമായി ഈ നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്താനുള്ള പരിശോധനകൾ മറ്റും നടത്തുന്നത്. കേന്ദ്ര ഏജൻസികളും ആ ഒരു നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ആ ഒരു മുന്നറിയിപ്പിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ ഈ പരിശോധന വ്യാപകമാക്കിയിരിക്കുന്നത്. അതും ഈ വിവിധ ഭാഷാ തൊഴിലാളികൾ നിർമ്മാണ ജോലികൾ ചെയ്യുന്നവരുണ്ട്, അവർക്കിടയിൽ എത്തിയാണ് ഈ പരിശോധന കൂടുതൽ വ്യാപിപ്പിക്കുന്നത്. അതായത് അവരുടെ തിരിച്ചറിയൽ രേഖകൾ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടുള്ള നടപടികളാണ് മുന്നോട്ട് പോകുന്നത്. ഏതായാലും വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ ഈ നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്താനുള്ള പരിശോധന അത് കാര്യക്ഷമമായി ഉണ്ടാകുമെന്നുള്ളതാണ് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെയും പോലീസിന്റെയും ഒക്കെ നേതൃത്വത്തിലാണ് വിശദമായ ഒരു പരിശോധന നടത്തുന്നത്. കേന്ദ്ര ഇടപെടലിന്റെ തരത്തിൽ കേന്ദ്രം ഒരു നിർദ്ദേശമൊക്കെ സംസ്ഥാനത്തിന് നൽകിയെന്ന് റിപ്പോർട്ടൊക്കെ തേടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന ഇപ്പോൾ വ്യാപകമാക്കിയിരിക്കുന്നത്. ലക്ഷ്മി, അതോടൊപ്പം തന്നെ ഈ മണക്കാട് സേവ് പലസ്തീൻ എന്ന പോസ്റ്റർ പതിപ്പിച്ച വിഷയം വിനോദം നമ്മളത് എക്സ്ക്ലൂസീവായി നൽകിയതാണ്. നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത്തരത്തിൽ ഈ ദേശവിരുദ്ധമായ അല്ലെങ്കിൽ നമ്മുടെ താല്പര്യങ്ങൾക്ക് നിരക്കാത്ത വിധത്തിലുള്ള ഇത്തരത്തിൽ വലിയൊരു പോസ്റ്റർ പതിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ജനം TV മാത്രമാണ് ആ വിഷയം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിൽ ഇപ്പോൾ എന്തായി രശ്മി? അതിൽ വളരെ കൃത്യമായ ചില തീവ്രവാദ സ്വഭാവം ഒക്കെ അന്ന് പറയപ്പെട്ടിരുന്നു. അതിൻ്റെ അന്വേഷണം കൂടി ഈ ഘട്ടത്തിൽ ഇതോടനുബന്ധിച്ച് നടക്കുകയാണോ?
ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇയാൾക്ക് ഇത്തരത്തിൽ ഒരു ബന്ധമുണ്ട് എന്നുള്ള വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ഉൾപ്പെടെ അന്ന് രേഖപ്പെടുത്തിയത്. ജനം ടി വി ഇത് വളരെ വിശദമായി തന്നെ അന്ന് വാർത്ത നൽകിയിരുന്നതുമാണ്. അന്ന് ഒരു പലസ്തീൻ അനുകൂല പോസ്റ്റർ പതിപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെ സമീപത്തെ ഈ ഹോട്ടലിലൊക്കെ വെച്ച് പലസ്തീൻ അനുകൂല മുദ്രാവാക്യമൊക്കെ ഇയാൾ വിളിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. അതിന്റെ ഒരു കൂടി അടിസ്ഥാനത്തിൽ അതിൽ കൂടുതൽ അന്വേഷണം നടത്തിയതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന തിരുവനന്തപുരത്ത്, അതായത് ഇയാളുമായി ബന്ധപ്പെട്ട കൂടുതൽ ആളുകൾ തിരുവനന്തപുരത്ത് ഉണ്ട് എന്നുള്ളൊരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ പരിശോധന ഈ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെ ഒക്കെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ പലയിടങ്ങളിലായി നടന്നു വരുന്നത്. ഏതായാലും കൂടുതൽ പേർ ഇത്തരത്തിൽ നുഴഞ്ഞു കയറുന്നു, അല്ലെങ്കിൽ കേരളത്തിൽ ആ രീതിയിൽ വ്യാജരേഖകൾ ഉൾപ്പെടെ കൈവശം വെച്ചുകൊണ്ട് ഇത്തരം തീവ്രവാദ വിരുദ്ധ ബന്ധമുള്ള പലരും കേരളത്തിൽ തങ്ങുന്നതായി, പല ഇടങ്ങളിൽ വ്യാജ തിരിച്ചറിയൽ കാർഡിലും പേരിലും ഒക്കെ തന്നെ പലയിടങ്ങളിൽ തങ്ങുന്നതായിട്ടുള്ള വിവരം, അത് മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ ജോലിക്കായി വന്നതാണ് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ തങ്ങി വരുന്നത്. ഏതായാലും ഈ മണക്കാട് നിന്നും കസ്റ്റഡിയിലെടുത്തതിന്റെ ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ ഇത്തരത്തിൽ അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കുന്നത് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ. ഏതായാലും സംസ്ഥാന വ്യാപകമായി തന്നെ വരും ദിവസങ്ങളിൽ ഈ ഒരു പരിശോധന, ഒരു നിരീക്ഷണമൊക്കെ കർശനമാക്കുമെന്നുള്ളത് പോലീസ് നിലവിൽ അറിയിച്ചിട്ടുണ്ട്. അതെ, നമ്മുടെ വളരെ പ്രധാനപ്പെട്ട വാർത്ത നമ്മുടെ പ്രേക്ഷകർ